ഇന്ന് മകരവിളക്കാണ്. തിരുവാഭരണ ഘോഷയാത്ര ഉച്ചയോടെ വലിയാനവട്ടത്തെത്തും. മകരജ്യോതി ദർശിക്കാൻ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും നിരവധി ഭക്തരാണ് തമ്പടിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, എന്തായാലും ഭക്തർ ഏറെ കാത്തുനിന്ന മകരവിളക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് ദീപാരാധനയ്ക്ക് ശേഷമാണ് മകരവിളക്ക്. ഭക്തരുടെ വലിയൊരു തിരക്ക് തന്നെ അവിടെ പ്രകടമാണോ? അങ്ങനെ തന്നെ നമുക്ക് പറയാൻ കഴിയും. ശബരിമല സന്നിധാനം മാത്രമല്ല, മകരവിളക്ക് കാണാൻ കഴിയുന്ന എല്ലാ സ്ഥലങ്ങളും ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 4-5 ദിവസമായി ഇത്തരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ചും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും നിരവധിയായ ആളുകൾ ശബരിമല സന്നിധാനത്ത് പമ്പയിൽ, നിലയ്ക്കൽ, പുല്ലുമേട് തുടങ്ങി ഇടുക്കി ജില്ലയിൽ, കോട്ടയം ജില്ലയിലൊക്കെ മകരവിളക്ക് കാണാൻ കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്നതായിട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. പ്രത്യേകിച്ചും ശബരിമലയിലേക്കുള്ള തിരക്ക് നമുക്കിപ്പോൾ കാണാം. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് സാധാരണ നിന്ന് വളരെ വ്യത്യസ്തമായൊരു തിരക്ക്. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളായി എരുമേലി പേട്ടതൊഴിലും അതുപോലെ തന്നെ തിരുവാഭരണ ഘോഷയാത്രയ്ക്കും ഒപ്പം നടന്നവരും അവിടുത്തെ പങ്കെടുത്തൊക്കെ എത്തിയവരാണ് ഇങ്ങനെ ദർശനത്തിനായി കാത്തു നിൽക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്കൊക്കെ തിരക്ക് വളരെ കുറവായിരുന്നെങ്കിൽ ഇന്ന് അത് മാറിയിരിക്കുന്നു. വലിയ തിരക്ക് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നതായി നമുക്ക് പറയാൻ കഴിയും. ഒപ്പം നമുക്ക് കാണാൻ കഴിയും ശ്രീകോവിലും പരിസരവും ഒക്കെ വളരെ ഭംഗിയായി അലങ്കരിച്ചിരിക്കുന്നു. സാധാരണഗതിയിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി കുരുത്തോലകൾ കൊണ്ടും പൂക്കൾ കൊണ്ടുമൊക്കെ അലങ്കരിച്ചിരിക്കുന്നു. നേരത്തെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു, ഈ പൂക്കൾ കൃത്യമായും ഈ പ്ലാസ്റ്റിക് പൂക്കളോ അതല്ലാതെ ഉള്ള പൂക്കളോ ഓർഗാനിക് പൂക്കളോ ഒന്നും ഉപയോഗിക്കരുത്. കൃത്യമായി നല്ല പൂക്കൾ മാത്രമേ ശബരിമല ഈ പരിസരവും ഒക്കെ അലങ്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊരു നിർദ്ദേശം കോടതി മുന്നോട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തെങ്ങിൻ്റെ കുരുത്തോലകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ അലങ്കാരം നമുക്ക് കാണാൻ കഴിയും. ഇത്ര മനോഹരമായി അലങ്കരിച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ശബരിമലയും പരിസരവും എല്ലാം തന്നെ മകരവിളക്കിനെ എതിരേൽക്കുന്നുണ്ടെങ്കിൽ മകരവിളക്കിനെ ആ പുണ്യ ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു പറയാൻ കഴിയും. ഒരു നിമിഷം നമ്മുടെ ക്യാമറ ഇനി പോകുന്നത് ഈ പൊന്നമ്പലമേടിലേക്കാണ്. പൊന്നമ്പലമേട് എന്ന് പറയുമ്പോൾ ശബരിമലയിലെ കൊടിമര ചോട്ടിൽ നിന്നും അല്പം അകലേക്ക് മാറി പോകുന്ന ഒരു സ്ഥലം നമുക്ക് കാണാം. കാർമേഘങ്ങൾ കൊണ്ട് മൂടിക്കിടക്കുന്ന ആ സ്ഥലം, അവിടെയാണ് മകരവിളക്ക് തെളിയുക. ഇപ്പോൾ അവിടെ കാർമേഘങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഈ നാളെ, അല്ലെങ്കിൽ ക്ഷമിക്കണം, ഇന്ന് മകരസംക്രമ പൂജ കഴിഞ്ഞ് അതിനുശേഷം വൈകുന്നേരത്തെ ദീപാരാധനയ്ക്കൊടുവിൽ മകരവിളക്ക് തെളിയുക. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ കാണാൻ ഒരു വളരെ മനോഹരമായ ഒരു കുന്നിൻ ചെരുവും, അപ്പോൾ അവിടെ കാർമേഘങ്ങൾ മൂടിക്കിടക്കുന്നു. അങ്ങനെ ആ മേഖലകളിൽ നമുക്കിനി പോകേണ്ടത് തീർത്ഥാടകർ കയറുന്ന 18-ാം പടിക്ക് തൊട്ട് താഴേക്കാണ്. ആ പ്രദേശത്തും വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. സാധാരണ ഈ മകരവിളക്ക് ദിവസങ്ങളിലും തന്നെ ഇത്രയധികം തിരക്ക് കാണാറില്ല. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ ഇന്ന് എത്തിയിരിക്കുന്ന തീർത്ഥാടകരിൽ അധികം പേരും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. പ്രത്യേകിച്ചും മറ്റ് സംസ്ഥാനങ്ങളിൽ എന്ന് പറയുമ്പോഴേക്ക് ആന്ധ്ര, കർണാടക, തമിഴ്നാട്, ഈ 3 സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ശബരിമല സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. ഇനി ഇന്നത്തെ പൂജാ ചടങ്ങുകളിലേക്ക് പറയുകയാണെങ്കിൽ, ഇന്ന് രാവിലെ ഉഷപൂജയ്ക്ക് പൂർത്തിയായതിനു ശേഷം പിന്നീടാണ് ശബരിമലയിലെ പ്രധാനപ്പെട്ട ചടങ്ങായ മകര സംക്രമ പൂജയിലേക്ക് കടക്കുക. സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരരാശിയിലേക്ക് മാറുന്ന ആ സമയത്ത് നടക്കുന്ന പ്രത്യേക പൂജയ്ക്കാണ് സംക്രമ പൂജ എന്ന് പറയുന്നത്. ഈ സംക്രമ പൂജാ വേളയിൽ ആണ് തൊട്ട് പിന്നാലെ സംക്രമ അഭിഷേകം നടത്തും. സംക്രമ അഭിഷേകത്തിനും പ്രത്യേകതകളുണ്ട്. കവടിയ കൊട്ടാരത്തിൽ നിന്നും പ്രത്യേക ദൂതൻ വഴി കൊടുത്തുവിടുന്ന നെയ്യ് അല്ലെങ്കിൽ നെയ്മുദ്ര ഉപയോഗിച്ചായിരിക്കും അഭിഷേകം നടത്തുക. അത്തരം നെയ്മുദ്രയെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം ശബരിമല സന്നിധാനത്ത് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായും ശബരിമല സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് തിരുവാഭരണവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളിലേക്ക് കടക്കാം. കഴിഞ്ഞ 12-ാം തീയതിയാണ് തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്നും ശബരിമലയിലേക്ക് യാത്ര പുറപ്പെട്ടത്. 12-ന് ഉച്ചയ്ക്ക് 1 മണിക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി തന്നെ വലിയ യാത്രയപ്പായിരുന്നു പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ തിരുവാഭരണ ഘോഷയാത്രയ്ക്കുണ്ടായിരുന്നത്. 1-ാം ദിവസം അയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിൽ തങ്ങി. ഇന്ന് 2-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അത് ലാഹ സത്രം, അതായത് ശബരിമലയിൽ നിന്നും വളരെ ദൂരെ അല്ലാത്ത ഒരു സ്ഥലമാണ്. ലാഹ സത്രത്തിൽ തങ്ങിയതിന് ശേഷം തിരുവാഭരണ ഘോഷയാത്ര ഇപ്പോൾ ശബരിമല സന്നിധാനം ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങിയിരിക്കുന്നു. ഇനിയുള്ള യാത്രയ്ക്ക് വലിയ പ്രത്യേകതകളുണ്ട്. കാരണം പൂർണ്ണമായും കൊടുംകാട്ടിലൂടെയാണ് ഈ സംഘം യാത്ര ചെയ്യുന്നത്. പെരിയാർ ടൈഗർ റിസർവിൻ്റെ വനത്തിലൂടെയുള്ള യാത്രയാണ്. ഏകദേശം 12 കിലോമീറ്ററോളം ആ യാത്ര തുടരും. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി തന്നെ അത് വലിയാനവട്ടത്ത് എത്തിച്ചേരും. വലിയാനവട്ടത്ത് വെച്ചാണ് ആദ്യത്തെ സ്വീകരണം, അതായത് ശബരിമലയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ആദ്യ സ്വീകരണം വലിയാനവട്ടത്ത് വെച്ച് പമ്പയിലുള്ള ദേവസ്വം ബോർഡ് അധികൃതരും ഒപ്പം അയ്യപ്പ ഭക്തരും ചേർന്ന് നൽകും.
അതിന് തൊട്ടു പിന്നാലെ വിശ്രമിച്ചതിന് ശേഷം പിന്നീട് നീലിമലയ്ക്ക് മുകളിലുള്ള അപ്പാച്ചിമോടിന് ഇടയിലുള്ള പരമ്പരാഗത പാതയിലൂടെ സന്നിധാനത്തേക്ക് പോകുന്നതിന് വേണ്ടി ഈ തിരുവാഭരണ സംഘം എത്തിച്ചേരും. അവിടെ ഒരു ചെറിയ വിശ്രമം അപ്പാച്ചിമേട്ടിൽ. അത് കഴിഞ്ഞ് നേരെ ശരംകുത്തിയിലാണ്. 5:30 മണിയോടുകൂടി തന്നെ ശരംകുത്തിയിൽ തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേരും. അവിടെ വെച്ചാണ് ഈ ശരംകുത്തിയുമായുള്ള ബന്ധങ്ങൾ, അതായത് അയ്യപ്പസ്വാമി അവിടെ വെച്ച് അവിടെ എത്തിയതിനു ശേഷം പോരാളിയുടെ വേഷം, അതായത് അമ്പും വില്ലും എല്ലാം അവിടെ ഉപേക്ഷിച്ചതിന് ശേഷം യോഗിയായി ശബരിമല സന്നിധാനത്തേക്ക് വന്നു എന്നൊരു സങ്കല്പം ഈ ശരംകുത്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ശരംകുത്തിയിലെത്തി അവിടെ വെച്ചാണ് പരമ്പരാഗത ആചാരപ്രകാരം ഈ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുക. അതിൽ ദേവസ്വം ബോർഡിൻ്റെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറും ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് ജോലി നോക്കുന്ന ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകും. പ്രത്യേക വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി തീവട്ടിയുടെ വെളിച്ചത്തിലായിരിക്കും പിന്നീട് തിരുവാഭരണ ഘോഷയാത്ര ശബരിമല സന്നിധാനത്തേക്ക് എത്തുക. 6:30 മണിയോടുകൂടി തന്നെ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകും. അത് കൊടിമര ചുവട്ടിൽ വെച്ച് ദേവസ്വം മന്ത്രിയും മറ്റു ദേവസ്വം അംഗങ്ങളും ചേർന്ന് സ്വീകരിച്ച് ശ്രീകോവിലേക്ക് കൊണ്ടുപോകും. ശ്രീകോവിലിന് മുന്നിൽ വെച്ച് തന്ത്രി കണ്ഠരര് രാജീവര് തിരുവാഭരണങ്ങൾ ഏറ്റുവാങ്ങി ശ്രീകോവിലിനുള്ളിൽ കൊണ്ടുപോയി അത് വിഗ്രഹത്തിൽ ചാർത്തി പിന്നീട് ദീപാരാധനയാണ്. ദീപാരാധനയ്ക്ക് ഒടുവിലാണ് പൊന്നമ്പല വീട്ടിൽ മകരവിളക്ക് തെളിയുക. അത്തരത്തിലാണ് ഇന്നത്തെ ക്രമീകരണങ്ങളെല്ലാം തന്നെ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 പേടകങ്ങളാണ് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും ശബരിമലയിലേക്ക് പുറപ്പെട്ടത്. ഒന്നാമത്തെ പേടകത്തിൽ, അതായത് ഏറ്റവും മുന്നിലായി സഞ്ചരിക്കുന്ന ഒന്നാമത്തെ പേടകത്തിലാണ് തിരുവാഭരണങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത്. അത് ഇന്ന് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുമുഖം, വിവിധ ആഭരണങ്ങൾ, ഒപ്പം സ്വർണ്ണവാള്, അതുകൂടാതെ ആന, പുലി തുടങ്ങിയ അവയുടെ രൂപങ്ങൾ, ഈ രൂപങ്ങളെല്ലാം അടങ്ങുന്ന ഒന്നാമത്തെ പേടകം മാത്രമേ 18-ാം പടി കയറി ശ്രീകോവിലിന് മുന്നിലേക്ക് വരികയുള്ളൂ. 2ഉം 3ഉം പേടകങ്ങൾ, രണ്ടാമത്തെ പേടകത്തിലാണ് പൂജാപാത്രങ്ങൾ. ഈ പൂജാപാത്രങ്ങളും മൂന്നാമത്തെ പേടകത്തിലാണ് 18 കൊടികളെയും 18 മലകളെയും ഒക്കെ 18 മലകളെയും 18 പടികളെയും ഒക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമായുള്ള കൊടിക്കൂറയും ഒപ്പം മുത്തുക്കുടകളും ഉള്ളത്. അങ്ങനെ ഈ 3 കൊടിപ്പെട്ടികൾ ഒരെണ്ണം 18-ാം പടി കയറി ശ്രീകോവിലിൻ്റെ മുന്നിലേക്ക് പോകുമ്പോൾ മറ്റ് 2 പേടകങ്ങളും നേരെ പോകുന്നത് മാളികപ്പുറത്തേക്കാണ്. അതിന് അങ്ങനെ വളരെ വിശിഷ്ടമായ, പ്രത്യേകിച്ചും പരമ്പരാഗതമായ രീതിയിലുള്ള ചടങ്ങുകൾ തന്നെയാണ് ശബരിമലയിൽ മകരവിളക്കുമായി ബന്ധപ്പെട്ട് ഉള്ളത്. ഇപ്പോൾ നമുക്ക് വീണ്ടും ദൃശ്യങ്ങളിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഈ വരുന്ന തീർത്ഥാടകരിൽ നല്ലൊരു ശതമാനം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. ഇപ്പോഴും പടി കയറുന്നതിന് വേണ്ടി വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് ഈ ശബരിമലയ്ക്ക് സമീപത്തായി ഏറ്റവും കൂടുതൽ ആളുകൾ മകരവിളക്ക് കാണുന്നതിന് വേണ്ടി തമ്പടിക്കുന്നത് പാണ്ടിത്താവളത്തിലാണ്. അവിടെ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാൻ കഴിയും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വാർത്തകളായി സൂചിപ്പിച്ചതാണ്. പ്രത്യേകിച്ചും ഈ പ്രദേശത്ത് ചെറിയ ചെറിയ കുടിലുകൾ കെട്ടിയും പർണശാലകൾ തീർത്തുമൊക്കെ തീർത്ഥാടകരിങ്ങനെ കാത്തിരിക്കുകയാണ്. ഇന്നും ആ കാത്തിരിപ്പ്, ഇന്ന് വൈകുന്നേരത്തോടെ ആ കാത്തിരിപ്പിന് പൂർണ്ണമായ പരിസമാപ്തിയിലേക്ക് എത്തും. മകരവിളക്ക് കാണും, പിന്നീട് മലയിറക്കമാണ്. അതിൽ പ്രത്യേകിച്ചും സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പസ്വാമിയെ കണ്ട് മലയിറങ്ങുന്നതിനോടാണ് എല്ലാവർക്കും താല്പര്യം. എന്നാൽ അത്തരത്തിൽ വരുമ്പോൾ വലിയ തിരക്കിൻ്റെ സാധ്യതകളുണ്ട്. ആ തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയും വലിയ സജ്ജീകരണങ്ങൾ ഒഴിവാക്കി പ്രത്യേകിച്ചും പോലീസ് അതിന് കൃത്യമായ വഴികളെല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. അതേസമയം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം തീർത്ഥാടകരെ ശബരിമല സന്നിധാനത്തേക്ക് കടത്തിവിടുകയില്ല. നാളെ 7 മണി വരെ ആ നിയന്ത്രണം തുടരും. അതിനുശേഷം മാത്രമേ തീർത്ഥാടകരെ സന്നിധാനത്ത് കടത്തിവിടുകയുള്ളൂ. വാഹനങ്ങൾക്കും വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും പമ്പ നിലയ്ക്കൽ സർവീസ്, ചെയിൻ സർവീസ് 10 മണിയോടുകൂടെ നിയന്ത്രിക്കും. മറ്റു വാഹനങ്ങൾ, അതായത് സ്വകാര്യ വാഹനങ്ങൾക്ക് പ്രവേശനം ഇല്ലാതാകും. നാളെയോടുകൂടി മാത്രമേ ഇതിന് വീണ്ടും സാധാരണഗതിയിൽ. എന്നാൽ മകരവിളക്ക് കഴിഞ്ഞ് പോകുന്ന തീർത്ഥാടകർക്ക് വേണ്ടി 800-ലധികം വാഹനങ്ങളാണ് ശബരിമലയിൽ നിന്നും ഇറങ്ങുന്ന തീർത്ഥാടകർക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത്. പമ്പയിൽ അത്തരത്തിൽ KSRTCയും ഒരുക്കങ്ങൾ വളരെ സജ്ജമാക്കിയിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും ശബരിമല മകരവിളക്കിനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കാളിദാസ്. തീർച്ചയായും. എന്തായാലും ബിനോയ് സൂചിപ്പിച്ച പോലെ തന്നെ ഭക്തർ പർണശാല കെട്ടി അവിടെ താമസിക്കുന്നു ഈ ഒരു മകരവിളക്ക് കാണാൻ. അതേപോലെ തന്നെ ഇന്ന് 12 മണി വരെ ഭക്തരെ സന്നിധാനത്തേക്ക് എത്തിക്കും, അല്ലെങ്കിൽ 12 മണി വരെ ഭക്തർക്ക് കയറാനുള്ളൊരു അനുവാദമുള്ളൂ. എന്തായാലും അത്രയും ഭക്തർ വരുന്ന സാഹചര്യത്തിൽ എന്തായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ സുരക്ഷാ അധികൃതരുടെ ഭാഗത്തു നിന്നും കനത്ത സുരക്ഷ തന്നെയായിരിക്കും, അല്ലെങ്കിൽ മികച്ച രീതിയിലുള്ളൊരു ക്രമീകരണം തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ടാകും എന്ന് തന്നെ പറയാം, അല്ലേ? തീർച്ചയായും. അതായത് പോലീസ് സുരക്ഷയാണ് മുഖ്യം. കാരണം ഇത്രയധികം തീർത്ഥാടകർ തങ്ങിക്കൂടുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രധാനമായും ഇന്ന് സുരക്ഷ ഒരുക്കുന്നത് തീർത്ഥാടകർ ഏറ്റവും കൂടുതൽ ജ്യോതി കാണാൻ തങ്ങുന്ന സ്ഥലങ്ങളിലാണ്. അതിൽ പ്രധാനമായും ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ പ്രധാനമായും
പമ്പ, നിലയ്ക്കൽ, ഒപ്പം ശബരിമലയിലെ ഈ നേരത്തെ സൂചിപ്പിച്ച ജ്യോതി നഗർ, ഒപ്പം പാണ്ടിത്താവളം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ്. അവിടെയൊക്കെ തന്നെ വലിയ തരത്തിൽ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇത് സെക്ടറുകളായി തിരിച്ച്, വിവിധ സെക്ടറുകളായി തിരിച്ചാണ് ഇങ്ങനെ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത്, കാരണം ഏകദേശം 2000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ശബരിമല സന്നിധാനത്ത് മാത്രം സുരക്ഷയ്ക്ക് ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ പൂർണ്ണ ചുമതല ഇപ്പോൾ ADGPക്ക് തന്നെ, അതായത് ശബരിമല ചീഫ് കോർഡിനേറ്ററായ ADGP S. ശ്രീജിത്തിന് തന്നെയാണ് അതിൻ്റെ പൂർണ്ണ ചുമതല. അത്തരത്തിൽ എല്ലാ അർത്ഥത്തിലും ശബരിമലയിൽ ഒരു സുരക്ഷാ ക്രമീകരണം ശക്തമാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല അർദ്ധസൈനിക വിഭാഗങ്ങളുടെ ഒരു കാവൽ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ മുൻ വർഷങ്ങളിലുണ്ടായ ഒരു അപകടത്തിൻ്റെ സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് പുല്ലുമേടിലാണ്, അതായത് ഇടുക്കി ജില്ലയിലാണ്, അവിടെയും സുരക്ഷ ശക്തമാണ്. കാരണം അവിടെ തീർത്ഥാടകർ മകരവിളക്ക് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന അപകട സാധ്യതകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അവിടെയും ശക്തമായ തരത്തിലുള്ള ഒരു ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഏകദേശം 5 സെക്ടറുകളായി തിരിച്ചുകൊണ്ടാണ് ശബരിമലയിലെ ഈ മകരവിളക്കുമായി ബന്ധപ്പെട്ട് തീർത്ഥാടകർക്കായി ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. IG മുതൽ DIG മുതൽ ADGP വരെയുള്ള ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ശബരിമല മകരവിളക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളിൽ അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങളിൽ പങ്കാളികളാകുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അത്ര അധികം സുരക്ഷയാണ് ശബരിമല സന്നിധാനത്ത് ഒരുക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രത്യേകിച്ച് നോക്കുന്നത് ഈ തിരുവാഭരണം ദർശനത്തിനായി ആളുകൾ കാത്തു നിൽക്കുന്ന സ്ഥലത്തുണ്ടാകാനുള്ള തിക്കും തിരക്കും, ആ തിക്കും തിരക്കും ഒഴിവാക്കുന്നതിനായിട്ടാണ് പ്രത്യേകിച്ചും എമർജൻസി എക്സിറ്റുകൾ വരെ തയ്യാറാക്കുന്നത്. അതായത് 2 വഴികൾ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് പ്രത്യേകം സജ്ജമാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ശബരിമല വളരെ സുരക്ഷിതമായ രീതിയിൽ തീർത്ഥാടകർക്ക് ദർശനം നടത്താനും മകരവിളക്ക് കാണുന്നതിനും വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കാളിദാസ്. തീർച്ചയായും ഡി ബിനോയ് സൂചിപ്പിച്ച പോലെ തന്നെ ധനുരാശിയിൽ നിന്നും മകരരാശിയിലേക്ക് കടക്കുന്ന ആ ഒരു സമയത്തായിരിക്കും മകരസംക്രമ പൂജ. അതിനുശേഷമായിരിക്കും ഈ ഒരു മകരവിളക്ക് ഭക്തർക്ക് ദർശിക്കാനാവുക. തീർച്ചയായും ഒരു സമഗ്ര കവറേജ് തന്നെയാണ് കേരള വിഷൻ ന്യൂസ് പ്രേക്ഷകർക്കായും ഒരുക്കിയിരിക്കുന്നത്. ദീപാരാധനയ്ക്ക് ശേഷം ആ ഒരു മകരവിളക്ക് തെളിയുന്ന കാഴ്ച അതിമനോഹരമാണ്. അത് തീർച്ചയായും പ്രേക്ഷകർക്കായിട്ടും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഡി ബിനോയിയാണ് സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ശരണമന്ത്രം അസോസിയേറ്റ് സ്പോൺസേഡ് ബൈ വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം.